ഹായ് ഗായ്സ്, ഞാൻ ഷംസു മടായി. ഞാനിപ്പോഴുള്ളത് അഴീക്കൽ ബോട്ട് ജെട്ടിയുടെ അടുത്താണ്. ഞാനിവിടെ വന്നത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ബോട്ടിൻ്റെ അകത്തൊന്നും കാണിക്കാൻ പറ്റിയിരുന്നില്ല. ഇങ്ങനെ ബോട്ടിൻ്റെ അകത്ത് കയറി ഉള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ സുരക്ഷാ സാധനങ്ങളാണ് ആ കണ്ടത്. സീറ്റെല്ലാം അടിപൊളിയാണ് കേട്ടോ. നോക്കിയേ, അടിപൊളി സീറ്റാണ്. പിന്നെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അവർ ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഡ്രൈവർ ഉണ്ട് കേട്ടോ. ഡ്രൈവറോടൊരു ഹായ് പറയാം. ഹായ്. അപ്പം മൂപ്പര് ഏതായാലും നല്ല സന്തോഷത്തിലാണ്. എന്തൊക്കെയാ കാണിക്കുക, ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്തുള്ളത്. കണ്ടോളൂ, ശരിക്കും കണ്ടേ. സീറ്റെല്ലാം കണ്ട അടിപൊളി സീറ്റാണ്. പിന്നെ ഇതാ പ്രദേശത്ത് 2-3 ആൾക്കാർ കയറിയിട്ടുണ്ട്. ആൾക്കാർ കയറുന്നത്രേ. ഞാനതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് ഉൾഭാഗങ്ങളല്ലോ കേട്ടാ. ഇനി നമുക്ക് ഇത് രാവിലെ എത്ര മണിക്ക് പുറപ്പെടും? രാവിലെ 6:30 പുറപ്പെട്ടിട്ടായി. 6:30 ബോട്ട് പാലം ജെട്ടിയിൽ നിന്ന് മാട്ടൂരിലേക്ക് പുറപ്പെടും. ഓരോ 15 മിനിറ്റും ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചക്ക് 11:30 വരെ ഉണ്ടാവും. 11:30 ശേഷം വീണ്ടും അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയിട്ട് 1 മണി വരെ ഉണ്ടാവും. 1 മണിക്ക് ശേഷം അരമണിക്കൂർ ഞങ്ങൾ ഭക്ഷണ സമയം കഴിഞ്ഞതിന് ശേഷം 1:30 മുതൽ വീണ്ടും വൈകിട്ട് 7 മണി വരെ ഓരോ 15 മിനിറ്റ് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടൂരിന് ബോട്ട് പാലത്തിൻ്റെ അടുത്ത് ബോട്ട് സർവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആൾക്ക് ഒരു നേരം 10 രൂപയാണ് ടിക്കറ്റ് ചെയ്യാറ്. ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയ ബോട്ട് കറ്റാമറയം ബോട്ടാണ്. ആ കറ്റാമറയം ബോട്ട് പറശ്ശിനി സർക്കുലർ ടൂറിസ്റ്റ് ലെവലിലാണ് ഓടുന്നത്. ഒരു ട്രിപ്പ് വളവട്ടം തൊട്ട് രാവിലെ 9:30 വളവട്ടം ജെട്ടിയിലോട്ട് വരുന്നുണ്ട്. അത് നല്ല മികച്ച രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു ബോട്ടാണ്. അത് നേരിൽ തന്നെ കണ്ട് അനുഭവപ്പെടുന്ന അതിൻ്റെ ഒരു സൗകര്യങ്ങൾ അത് ഇവിടെ വരുന്നില്ല. അത് പറശ്ശിനിയിൽ മാത്രമേ സർക്കുലറായിട്ട് നടത്തുന്നുള്ളൂ. താങ്ക് യു. ടാറ്റ പറഞ്ഞ് ഇറങ്ങിയ ശേഷം അപ്പം നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഫാമിലിയെല്ലാം കയറി വരുന്നുണ്ട്. അപ്പം മൂപ്പരോട് ഞാൻ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ അത് പോകുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ അതിനിടെ കുട്ടി ഇങ്ങനെ കൗതുകത്തോടെ എന്തോ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോടെല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു.